നമ്മളെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഈ പനീർ കഴിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കാറില്ലേ? ഇന്ന് നമുക്കേ അങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കിയാലോ? പനീർ ലബാബ്ദാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു 200-250 ഗ്രാമോളം പനീറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് പുരട്ടി 15 മിനിറ്റ് മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇനിയും കുറേ വരാനുണ്ട്. അതുകൊണ്ട് കാശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ പനീറായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ടേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഓയിൽ ഒട്ടും ഇല്ലെങ്കിൽ ചട്ടിയിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3 ഏലക്ക, ഒരു കഷ്ണം പട്ടയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കൂടെ 2 തക്കാളിയും കൂടെ ചേർത്തിട്ട് 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 15 കാഷ്യൂ നട്ടും പിന്നെ വേണ്ടത് പംകിൻ സീഡാണ് കേട്ടോ. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പംകിൻ സീഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെലൺ സീഡും എടുക്കാം കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. കൂടെ കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു തക്കാളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വരാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ബേ ലീഫും പട്ടയും ഒന്ന് മാറ്റുക കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ അരച്ചാൽ ഭയങ്കര കുത്തൽ ടേസ്റ്റ് ആയിരിക്കും. അത് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പാനിലേക്ക് അല്പം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 സവാള അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1-2 തക്കാളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയുടെ അനുസരിച്ച് എണ്ണം കുറക്കണമെങ്കിൽ കുറക്കാം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ക്യാപ്സിക്കും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂടായി വന്നാൽ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അല്പം ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി ഇതിലേക്ക് അങ്ങ് നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പനീർ ഗ്രേറ്റ് ചെയ്ത് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു പനീറിൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാനുള്ള പനീർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.